സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും എന്നുള്ള വാർത്തയാണ്. റിയാദ് കോടതി വിധി പ്രഖ്യാപനം മാറ്റിയിരിക്കുന്നു. വീണ്ടും നേരത്തെ 2 തവണ കേസ് മാറ്റിവെച്ചിരുന്നു. കേസ് മാറ്റുന്നു പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു സംശയം ഈ കാര്യത്തിൽ ഉണ്ടാകില്ലേ? എന്താണ് ഈ സാങ്കേതിക പ്രശ്നം, എന്താണ് സാങ്കേതിക, അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അത് നമ്മൾ പറഞ്ഞല്ലോ, ഈ സാങ്കേതികത റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയമല്ല, ഒരു ബന്ധവുമില്ല. ഇത് അവിടെയുള്ള മുഴുവൻ കേസുകളും മാറ്റിവെച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോടതിയിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന എല്ലാ കേസുകളും മാറ്റിവെച്ചത് ആ കോടതിയിൽ ഉണ്ടായിട്ടുള്ള സാങ്കേതികമായ വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അവർ മാറ്റിവെച്ചതും വളരെ വൈകാതെ തന്നെ അടുത്ത അപ്പോയിൻമെൻറ്റ് കൊടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നും നമുക്ക് അനുകൂലമായൊരു തീരുമാനം വന്നിട്ടില്ല എന്ന് ഇത് റഹീമും അറിയുന്നുണ്ടല്ലോ, ബ്രദർ ഉണ്ട്, നസീർക്ക് കൂടെ ഉണ്ട്, അവർ ബാക്കി കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും അറിയുന്നുണ്ട് കാര്യങ്ങൾ. ഏതായാലും നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചതാണ്. നിങ്ങളെ എല്ലാ സഹകരണത്തിനും വളരെ നന്ദി. വളരെ വൈകാതെ തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി നമ്മൾ പങ്കുവെക്കും. സാനിയ മനോ വീണ്ടും വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയല്ലേ ഇപ്പോൾ റഹീം സഹായ സമിതി വ്യക്തമാക്കുന്നത്? എന്താണ് അവർക്ക് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം? അതായത് അങ്ങനെ തന്നെയാണ് സ്മൃതി. അതായത് ഇത്രയും ഇന്ന് കേസ് മുഴുവൻ റിയാദ് കോടതിയിലെ മുഴുവൻ കേസുകളും മാറ്റിവെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കോടതിയുടെ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്, അല്ലാതെ അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട കേസ് മാത്രമല്ല, കോടതിയുടെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മുഴുവൻ കേസുകളും മാറ്റിവെച്ചതാണ്. നമുക്കിപ്പം സഹായ സമിതിയുടെ അംഗം കൂടിയായിട്ടുള്ള എന്താണ് ഇപ്പം മൊത്തത്തിൽ കേസ് മാറ്റിവെച്ചാണ്, നമ്മുടെ കേസ് മാത്രമല്ല, അതുകൊണ്ടൊരു നിരാശപ്പെടേണ്ട സാഹചര്യം ഇല്ല. നിരാശപ്പെടേണ്ട സാഹചര്യം ഒരിക്കലുമില്ല. ഇന്ന് നമ്മളെ കേസ് മാത്രമല്ല മാറ്റിവെച്ചത്, റിയാദ് കോടതിയിൽ നടക്കേണ്ട മുഴുവൻ കേസുകളും മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ള സാങ്കേതികമായ ചില തടസ്സങ്ങളാണ് അതിന് കാരണം. അത് വളരെ വൈകാതെ തന്നെ നമുക്ക് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്നാണ് അഭിഭാഷകരെ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ 8-ാം തീയതി മാറ്റിവെച്ചപ്പോൾ പെട്ടെന്ന് നെക്സ്റ്റ് കിട്ടി, 12-ാം തീയതി 4 ദിവസം കഴിഞ്ഞ് കിട്ടിയല്ലോ. അതേപോലെ തന്നെയാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോടതിയുടെ നടപടികളാണ്, ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയില്ല. എന്നാൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നു. ഇത് 3-ാമത്തെ തവണയാണ് മാറ്റിവെക്കുന്നത്. ഇത് 3-ാം തവണ. ഇത് റഹീമിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട നീട്ടലല്ല എന്ന കാര്യം പ്രത്യേകം വ്യക്തമാക്കി പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട മാറ്റിവെക്കുന്നത് കേസുമായിട്ട് അതായത് സ്മൃതി, കേസുമായി ബന്ധപ്പെട്ട മാറ്റിവെക്കലല്ല എന്നാണ് ഇവർ പറയുന്നത്. ആ കോടതിയിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം മാത്രം മാറ്റിവെച്ചതാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും സ്വാഭാവികമായും ഈ കുടുംബത്തിനുണ്ടാകുന്ന പ്രയാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ വലിയ പ്രയാസത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 3-ാമത്തെ തവണയാണ് ഈ കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ട്. അബ്ദുൾ റഹീമിൻ്റെ സഹോദരൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഉടൻ തന്നെ നമുക്ക് പ്രതികരണം തരുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഇവിടെ ഇപ്പോൾ ഇവരിന്ന് എന്തായാലും ഒരു അനുകൂലമായ 100% അനുകൂലമായ ഒരു വിധി തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇത് 3-ാമത്തെ തവണയാണ് മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% അനുയോജ്യമായ ഒരു വിധി ഇന്നുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആ വിധി ഇന്നുണ്ടാവാത്തതിൽ എല്ലാവരെയും പോലെ സ്വാഭാവികമായ ഒരു പ്രയാസം ഉണ്ടാകും. നേരത്തെ നവംബർ 17-ന് കേസ് മാറ്റിവെച്ചു. ആ സമയത്ത് ഡിസംബർ 8-ലേക്കായിരുന്നു മാറ്റിവെച്ചത്. പിന്നീട് ഡിസംബർ 8-ന് പറഞ്ഞ കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നിപ്പോൾ പുതിയ തീയതി അറിയിച്ചിട്ടില്ല. കാരണം കോടതിയുടെ മൊത്തത്തിലുള്ള സാങ്കേതിക പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ റഹീമിൻ്റെ ഒരു കേസ് മാത്രമായി മാറ്റിയതല്ല എന്നാണ് പറയുന്നത്. ഓൺലൈനിൽ റഹീമിനെ അടക്കം ഹാജരാക്കിയിരുന്നു. പക്ഷേ ഓൺലൈൻ സംവിധാനവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ നേരിട്ടതിനാലാണ് ഇത്തരത്തിലൊരു പ്രയാസം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വിവരം. റിയാദ് കോടതി മാറ്റിവെച്ചു എന്നാണ് നമുക്കിപ്പോൾ അറിയാനാകുന്ന വിവരം. ഏതായാലും മോചനം വൈകുന്നു എന്നുള്ള വാർത്ത കുടുംബത്തെ നിരാശപ്പെടുത്തുന്നു. പക്ഷേ ആ കോടതിയിലെ എല്ലാ കേസുകളും മാറ്റിവെച്ചതിൻ്റെ കൂട്ടത്തിൽ റഹീമിൻ്റെ കേസ് മാറ്റിയെന്നുള്ളതാണ്. അല്ലാതെ കേസുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്നുള്ളത് കുടുംബത്തിന് അല്പം ആശ്വാസം നൽകുന്നു. പക്ഷേ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബവും നാടും റഹീം സഹായ സമിതിയും.